وأصحابه الفائزين برضا الله. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, വളരെ നീണ്ട പ്രസംഗം ചെയ്ത് ഈ ആളുകളെ ഇവിടെ ഇരുത്തുന്നത് ശരിയല്ലെന്ന് കരുതിയത് കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസിൽ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മതവിജ്ഞാന രംഗത്ത് ഒരു പ്രത്യേക യുഗത്തിലേക്ക് കാൽ വെച്ച മതപണ്ഡിതന്മാർക്ക് ശരത് കൊടുത്ത്, കോട്ടും തലപ്പാവും കൊടുത്ത് പുറത്തിറക്കുന്ന സമ്മേളനമാണല്ലോ ഇത്. അവരോട് ചെയ്യേണ്ടുന്ന ധാരാളം ഉപദേശങ്ങൾ അവരുടെ ഉസ്താദുമാർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പഠിച്ച നിരവധി കിതാബുകളിൽ ഒന്നാണ് സ്വഹീഹ് മുസ്ലിം. അതിന്റെ ആമുഖത്തിൽ നിങ്ങൾ ഓതി പഠിച്ചിട്ടുണ്ട് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഇന്നമദ്ദീനു ബിൽ അസ്നാദ്. അല്ലാഹുവിന്റെ ദീൻ സനദുകൾ കൊണ്ട് നിലനിൽക്കുന്നതാണ്. അല്ലാഹുവിന്റെ ദീൻ ഏതെങ്കിലും ഒരു വ്യക്തി അവന്റെ വെറും ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഗവേഷണം നടത്തി ഉണ്ടാക്കുന്നതല്ല. സനദുകൾ ഇങ്ങനെയായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം സനദുകൾ ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ ദീൻ, അതിന്റെ വെല്ലും അത് സനദ് പരമ്പരാഗതമായി മഹാന്മാരായ സ്വാലിഹീങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള മുസൽസലാത്തുകൾ കൊണ്ട് ഹദീസിന്റെ കിതാബുകളിൽ നിങ്ങൾക്ക് കാണാം. മുസൽസലാത്ത് അൽ മുസൽസൽ ബിൽ അവ്വലിയ്യ, ഒരു ഹദീസ് അവ്വലിയ്യത്ത് കൊണ്ട് മുസൽസലായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആദ്യമായി കേട്ട ഹദീസ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൽ നിന്ന് ആദ്യമായി കേട്ട ഹദീസ്. അഹ്ലിലെ ഇന്ന് വരെ ഉത്തരത്തിൽ നിന്ന് ആദ്യമായി കേട്ട ഹദീസ് എന്ന നിലക്ക് തന്നെ അൽ മുസൽസൽ ബിൽ അവ്വലിയ്യ
ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളവും കാരക്കയും കൊടുത്ത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ആ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വെള്ളവും കാരക്കയും കൊടുക്കുന്നു. എങ്ങനെ എന്റെ ഉത്തരവ് എനിക്ക് പറഞ്ഞു തരുമ്പോൾ അവിടുന്ന് എനിക്ക് വെള്ളവും കാരക്കയും തരുമോ? ഞാൻ എന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അവർക്ക് വെള്ളവും കാരക്കയും കൊടുക്കും. നിസ്കാരത്തിന്റെ ശേഷം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു സ്വഹാബിയെ വിളിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും ഇന്നി ഉഹിബ്ബുക, അല്ലാഹുവിന്റെ റസൂൽ സലാം പറഞ്ഞുകൊണ്ട് ഇന്നി ഉഹിബ്ബുക, നിന്നെ ഞാൻ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ലാ തദഉ അൻ തഖൂല ദുബറ കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നീ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് പറയണം. അത് നീ ഉപേക്ഷിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ മുമ്പ് ഇന്നി ഉഹിബ്ബുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികളും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനി ഉഹിബ്ബുക എന്ന് പറഞ്ഞു. അവിടുന്ന് താബിഈങ്ങൾ പറഞ്ഞു, അങ്ങനെ നമ്മൾക്ക് കിട്ടുന്നത് വരെ മുഴുവൻ ഉസ്താദന്മാരും ഇന്നി ഉഹിബ്ബുക എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് പറയും. ഇങ്ങനെ നൂറുകണക്കായ മുസൽസലാത്തുകൾ ഹദീസിൽ ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈവച്ചുകൊണ്ട് ഒരു ഹദീസ് പറഞ്ഞു കൊടുത്ത സ്വഹാബികളും അതേ നിലക്ക് തന്നെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ താബിഈനെ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് ഹദീസ് പറഞ്ഞു കൊടുത്ത സ്വഹാബികളും അതേ നിലക്ക് തന്നെ ആ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ താടിക്ക് പിടിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വഹാബികളും അങ്ങനെ താബിഈകളും താബിഈകളും അയിമ്മത്തുകളും ഉസ്താദന്മാരും മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് ഹദീസ് പറഞ്ഞു കൊടുക്കും. ഇതാണ് ഒരു കാരണം. ഇതിൽ വളരെയധികം തത്വങ്ങളും ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, നിങ്ങൾ നോക്കൂ, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുക, അവരുമായി ബന്ധപ്പെടുക, ഇതിന്റെ അതിപ്രധാനമായ ഒരു തത്വമാണ്. താലിമീങ്ങൾ സനത് വാങ്ങി ഒരു കടലാസിന്റെ കട്ടം വാങ്ങിയതല്ല. നിങ്ങൾ ബോധ്യപ്പെടുപ്പിച്ചു തന്ന ഉസ്താദുമാർ നിങ്ങളെ കൊണ്ടുപോയി ചേർത്തിയിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ആലിമീങ്ങളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ പട്ടികയിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകിയിരിക്കുകയാണ് ഈ ശബ്ദത്തോടുകൂടി ചെയ്തു. അങ്ങനെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ പരിപൂർണമായ രക്ഷയുള്ളൂ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നോക്ക്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അല്ലാഹുവിനും റസൂലിനും ആരെങ്കിലും വഴിപ്പെടുന്നുവെങ്കിൽ അവരെങ്ങനെയാവണം? മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം. അല്ലാഹു നിഅമത്ത് ചെയ്ത അൻബിയാക്കൾ, സുദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ അവരെ പട്ടികയിൽ ചേരണം. അവരുടെ കൂടെ ഒട്ടിപ്പിടിച്ച് അവരുടെ സമൂഹത്തിൽ ചേർത്തുകൊണ്ട് നിൽക്കണം. അല്ലാഹുവിനും റസൂലിനും വഴിപ്പെടുന്നുവെങ്കിൽ സഹായിക്കാനും പറ്റിയ ആളുകൾ അല്ലാഹു
ഭക്ഷണമായി മാറിപ്പോകും. ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ കാറ്റ് ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹറാമായി മാറിപ്പോകും. ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹറാമായ വെള്ളം കുടിച്ചവരായി മാറിപ്പോകും. കാരണം നിങ്ങൾക്ക് ഇവിടെ വെള്ളം തന്നു, ഭക്ഷണം തന്നു, വെളിച്ചം തന്നു, വായു തന്നു, എല്ലാം തന്നുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അത് പഠിപ്പിച്ചു തന്നിട്ട് ആ പഠിച്ച് പ്രവർത്തിച്ച ലക്ഷോപലക്ഷം ഏളുകൾ സ്വാലിഹീകൾ അവരുടെ പട്ടികയിൽ നിങ്ങളെ ചേർത്തി ഒപ്പുവെച്ച് ഉസ്താദുമാര് തന്നു കഴിഞ്ഞാൽ അതിന്റെ വിരുദ്ധമായി നമുക്ക് പ്രവർത്തിച്ചുകൂടാ. ഇത് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളോട് അയൽമീങ്ങളോട് ഒന്നുകൂടി ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സദത് വാങ്ങുന്നതിലുള്ള ഒരു പ്രത്യേകം അതാണ്. രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കണം, നാം എല്ലാവരും പഠിക്കണം. ഇൽമു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നൂറാണ്, അള്ളാഹുവിന്റെ പ്രകാശമാണ്. ഇത് നമുക്കൊക്കെ അറിയാം. അള്ളാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ ഇൽമ്, ഈമാൻ, തഖ്വ, മഅരിഫത്ത്, ഹിദായത്ത്, ഈമാൻ, നൂറ് എന്നെല്ലാം പറയുന്ന സാധനം ഒന്ന് തന്നെ. എങ്ങനെയുള്ള നൂറ്? ഈമാനാകുന്ന നൂറ്, ഇൽമാകുന്ന നൂറ്, തഖ്വയാകുന്ന നൂറ്, ഹിദായത്താകുന്ന നൂറ്, പ്രകാശം അത് നൽകുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മഹ്ലു നൂരി, ആ ഹിദായത്താകുന്ന നൂറിന്റെ അല്ലാഹു തആല സപ്പോർട്ട് അല്ലാഹുവിനെ പേടിക്കുന്ന മുഅ്മിനീങ്ങളും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരുമായ മനുഷ്യരിലൂടെ മാത്രമേ അല്ലാഹു തആലയുടെ നൂറ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചിട്ടുള്ള നൂറ് അല്ലാഹു തആല നീക്കം ചെയ്തിട്ടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ ഇൽമ്, അല്ലാഹുവിന്റെ നൂറ് അത് വെക്കാനുള്ള സ്ഥലം നല്ല സ്ഥലം മാത്രമേ ഉണ്ടാകൂ. നല്ല സ്ഥലത്ത് മാത്രമേ നൂറ് നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ്ഖാ വ നൂറുല്ലാഹി ലാ യുഅതാ ലിഅസ്മി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശമാകുന്ന ഇൽമ് ദോഷികൾക്ക് കൊടുക്കുകയില്ല. അല്ലാഹുവിന്റെ ഇൽമ്, അല്ലാഹുവിന്റെ നൂറാണ് ഇൽമ്, അത് ദോഷികൾക്ക് കൊടുക്കുകയില്ല. അങ്ങനെ ആ മഹത്തായ ഇൽമ് താലിമീങ്ങളെ, അയൽമീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഒരിവിന് വേണ്ടി, അല്ലാഹു